സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജുടെക്. സോ ഇതിന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സമയം പറഞ്ഞാൽ ഹാക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അത് നമുക്കത് നോക്കാം. ബൂം. ടിപ്പ് നമ്പർ 1 എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മളെ റിക്കവറി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാമെന്നാണ്. അതായത് എന്തായാലും നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്കവറി ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ എങ്ങനെ അതൊക്കെ കൊടുക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് ഇവിടെ myaccount.google.com സെർച്ച് ചെയ്യുക. myaccount.google.com സെർച്ച് ചെയ്യുക. എന്നിട്ട് സെക്യൂരിറ്റിയിൽ പോവാം. എന്നിട്ട് കുറച്ച് ചോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേസ് ദറ്റ് വി ക്യാൻ വെരിഫൈ ദറ്റ് ഇറ്റ്സ് യു എന്നൊരു ഓപ്ഷൻ കാണാം. അതിന് ചോട്ടിലായിട്ട് റിക്കവറി ഫോൺ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ആഡ് റിക്കവറി ഫോൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് നമ്മുടെ നമ്പർ ഇവിടെ ചോദിക്കും. അപ്പം നമ്മുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് കോഡ് പറഞ്ഞിട്ടൊരു ഓപ്ഷനായിട്ട് കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവരൊരു OTP നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെരിഫൈ കൊടുക്കാം. സോ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ആയിട്ടുണ്ട്, റിക്കവറിയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. റിക്കവറി ഡീറ്റെയിൽസിലേക്ക് നമ്മുടെ ഫോൺ നമ്പർ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഫോൺ നമ്പർ. സോ ഇനി നമുക്ക് റിക്കവറി ഇമെയിൽ, അപ്പോൾ ഇമെയിൽ കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് പറയും. പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ ഇനി നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ റിക്കവറി ഇമെയിൽ കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് ജിമെയിലാണോ നിങ്ങളുടെ റിക്കവറിക്ക് കൊടുക്കേണ്ടത് ആ ജിമെയിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ഒരു ജിമെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. സോ നമ്മുടെ ആ ഒരു ജിമെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇവിടെ. എന്നിട്ട് നമുക്ക് വെരിഫൈ കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിക്കവറി ഇമെയിൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് അമർത്താം നമുക്ക്. സോ ഇനി നമുക്ക് ചോട്ടിൽ പോയി നോക്കാം. യെസ്, അപ്പോൾ നമ്മുടെ റിക്കവറി ഫോണും ഇമെയിലും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റിക്കവറി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പ്രൊസീജിയർ. ടിപ്പ് നമ്പർ 2. സോ ടിപ്പ് നമ്പർ 2 എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആക്സസ് ഒക്കെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. സോ അതൊക്കെ അതിനെ റിമൂവ് ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. സോ നമുക്കത് നോക്കാം. ബൂം. സോ കഴിച്ചപ്പോൾ നമുക്ക് ക്രോമിൽ പോകണം. ക്രോമിൽ പോയിട്ട് ഇവിടെ myaccount.google.com സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ സൈഡിൽ സെക്യൂരിറ്റി പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫോണാണെങ്കിൽ ഇതിന് മേലെയായിരിക്കും കാണിക്കുക. ഫോണാണെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യേണ്ടത്. എന്നിട്ട് കുറച്ചുകൂടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡായിട്ട് തേർഡ് പാർട്ടി ആപ്സ് വിത്ത് അക്കൗണ്ട് ആക്സസ്മെൻറ്റ് കാണാൻ പറ്റും. നമ്മൾ ഫോണാണെങ്കിൽ ഇങ്ങനെ നേരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചുവട്ടിൽ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ഒരു ബോക്സ് പോലെ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിപ്പോൾ മാനേജ് തേർഡ് പാർട്ടി ആക്സസ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ തേർഡ് പാർട്ടി ആക്സസ് ഉള്ള എല്ലാ ആപ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും.
അത് നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ആക്സസ് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ എനിക്ക് വേണ്ടതായതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല, അതായത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആക്സസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് തേർഡ് പാർട്ടി ആപ്സൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുക. സോ ടിപ്പ് നമ്പർ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാത്ത വെബ്സൈറ്റ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു വെബ്സൈറ്റിൽ കയറി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ ജിമെയിലിൽ ലോഗിനായ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. സോ അങ്ങനത്തെ ഒരു വെബ്സൈറ്റിലും നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കൊടുക്കാതിരിക്കാൻ നോക്കുക. സോ അതാണ് ടിപ്പ് നമ്പർ 3. ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അടിപൊളി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അടിപൊളി പാസ്വേഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപ്പർ കേസ് ലെറ്റർ, ലോവർ കേസ് ലെറ്റർ, പിന്നെ അങ്ങനത്തെ @, പോലത്തെ സംഭവങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതാണ് ടിപ്പ് നമ്പർ 4. സോ ദ ലാസ്റ്റ് ടിപ്പ് നമ്പർ 5. ടിപ്പ് നമ്പർ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാന്നാണ്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, കാരണം അത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ എനേബിൾ ചെയ്യാൻ പറഞ്ഞിട്ട്. സോ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ലാസ്റ്റ് വീഡിയോ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റോ റൈറ്റോ സൈഡിലായിട്ട് കൊടുക്കുന്നതാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എന്തൊരു വീഡിയോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടിട്ട് തന്ന ബെല്ലേക്കാൻ ടകർന്നെടുത്ത് പൊട്ടിച്ചിട്ട് ഓൾ നോട്ടീസ് വെച്ചാൽ ഞാൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ കമൻറ്റും കൂടി ചെയ്യണം. സോ നല്ല വീഡിയോ വീണ്ടും കാണാം. ബൈ.